പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സീബ്ര കേക്കാണ്. വാനിലയും ചോക്ലേറ്റും ഫ്ലേവേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു സീബ്ര ലൈൻ ഡിസൈൻ വരുന്ന ഒരു കേക്ക്. ഇത് ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ 240 ml കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ചിലരുടെ കയ്യിൽ 250 ml മെഷറിംഗ് കപ്പ് ആയിരിക്കും. അതായാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് 1 കപ്പ് എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് അരിച്ചെടുത്താലും നല്ലതാണ്, അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് സ്പൂണോ വെച്ചിട്ട് നല്ലോണം ആ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് വാനില എസൻസും കൂടി ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ ആ ഒരു ചൊവ കേക്കിൽ കുറഞ്ഞിരിക്കും, ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു വിസ്ക് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, എളുപ്പമാണ്, പെട്ടെന്നാവും. അല്ലെങ്കിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി. മിക്സിയിൽ അടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ മുട്ടതേ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചു വെച്ചതാണ്. ഈ പഞ്ചസാരയും മുട്ടയും കൂടി ഒരു 2-3 മിനിറ്റ് നല്ലോണം അടിച്ച് പതപ്പിച്ച് ഒരു ക്രീം ആക്കി എടുക്കണം. മുട്ടയുടെ ആ ഒരു മഞ്ഞ കളർ മാറിയിട്ട് നല്ലൊരു ക്രീം കളറിൽ ആവും. ഹാൻഡ് ബീറ്റർ ഉള്ളവർക്കാണെങ്കിൽ ഒരു മൂന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലോണം ഇത് ആ ഒരു ക്രീം കളറിൽ ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ദേ കണ്ടോ, മുട്ട ഈ ഒരു കളറിലായിട്ട് വരണം. ഇങ്ങനെ ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പകരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ എടുക്കരുത്, കേക്കിൻ്റെ ടേസ്റ്റ് മാറും. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം വേണ്ട, ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. എണ്ണ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു ക്രീമാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. മൈദ ഇടുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും പറയുന്നതാണ്. പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. കുറച്ചായിട്ട് ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ മൈദ ഫുള്ള് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുക. പാലും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ചൂടുപാലോ തണുത്ത പാലോ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുക്കണം. ലാസ്റ്റ് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നാരങ്ങാ നീരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും നോക്കണം, ഒരുപാട് ലൂസായി പോവരുത്. ഇത്രയും തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ചോക്ലേറ്റ് ബാറ്ററും കൂടി റെഡിയാക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഒരു 2 ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളന്നെടുത്താൽ മതി. അത് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ കൊക്കോ പൗഡറിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. കറക്റ്റ് അങ്ങനെ അളന്നൊന്നും ഒഴിക്കണമെന്നില്ല. കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ആയാലും കുഴപ്പമൊന്നും വരത്തില്ല. ഓക്കെ, ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കഴിയുമ്പോൾ ബാറ്റർ കണ്ടോ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ അത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും വാനില ബാറ്റർ പോലെ തന്നെ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ എല്ലാം റെഡിയായി. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ ഒഴിക്കാം.
ഞാൻ ഇന്നൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. താഴെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ കേക്കിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം വാനില ബാറ്റർ ആണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ ഒരല്പം കൂടുതൽ ഒഴിക്കണം കേട്ടോ. താഴെ ഇങ്ങനെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ബാറ്റർ, അത് ഒത്തിരി വേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, കറക്റ്റ് ഒരു ഷേപ്പിൽ വീഴണമെന്നൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും തോറും തനിയെ തന്നെ അതിങ്ങനെ റൗണ്ടായിട്ട് കണ്ടോ, ഒരിങ്ങനെ സർക്കിൾസ് പോലെ സ്പ്രെഡ് ചെയ്തങ്ങ് പൊയ്ക്കോളും. നമ്മളൊന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ആ പാനിൽ കറക്റ്റായിട്ടങ്ങ് വന്നോളും. വെറുതെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മിക്സിയിൽ അടിക്കുമ്പോൾ ഈ ബാറ്റർ കുറച്ചും കൂടി ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ വാനിലയും ചോക്ലേറ്റും എല്ലാം കൂടി അങ്ങ് മിക്സ് ആയി പോവും. ഇതിങ്ങനെ കറക്റ്റ് സർക്കിളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മാർബിൾ കേക്ക് ഉണ്ടാക്കുമ്പം മിക്സിയിൽ അടിക്കാതെ ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ വിസ്ക് വെച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റർ എല്ലാം നമ്മളിതിനകത്ത് ഒഴിച്ചു കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു സീബ്ര ഡിസൈൻ പോലെ തന്നെ വന്നിട്ടുണ്ട്. ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലും അതുപോലെ തന്നെ ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ആ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക, ചെറുതായിട്ട് ടാപ്പ് ചെയ്താൽ മതി, ഒത്തിരി അങ്ങ് മിക്സ് ആവരുത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ച് 25 മുതൽ 30 മിനിറ്റ്, അരമണിക്കൂർ വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഇന്നിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ്റെ നന്നായിട്ട് ചൂടാക്കിയിട്ടിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ചൂടാക്കിയതാണ്. അതിനകത്തൊരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കേക്ക് ടിൻ വെക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിക്കാനുള്ളത്, ലോ ഫ്ലെയിം എന്ന് വെച്ചാൽ ഏറ്റവും ലോയിൽ വെക്കരുത്, അതായത് ഒട്ടും ഫ്ലെയിം ഇല്ലാതിരിക്കരുത്. ഒരു ലോ ടു മീഡിയം അതിൻ്റെ ഇടയിൽ ഇട്ടാൽ മതി. പലരും പറയാറുണ്ട് കൂടുതൽ സമയം എടുത്തു എന്ന്. അപ്പം അത് ചിലപ്പം തീരെ ലോ ഫ്ലെയിമിൽ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴൊന്ന് കുറച്ച് കൊടുത്താൽ മതി. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. പക്ഷേ ഹൈ ഫ്ലെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെയൊക്കെ പെട്ടെന്ന് താഴെയും സൈഡിലും ഒക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ അതിനിടയിലിട്ടിട്ട് ബേക്ക് ചെയ്താൽ മതി. നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ കേക്ക് എനിക്ക് കറക്റ്റ് അരമണിക്കൂറിൽ റെഡിയായി. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി റെഡി, നല്ല സോഫ്റ്റാണ്. ടൂത്ത് പിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് വരണം. പിന്നെ ഇത് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം മാത്രം പാനിൽ നിന്ന് എടുക്കാം. ഏത് കേക്ക് ആയാലും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ, എന്നാലേ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു ചൂടെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മുട്ടയുടെ ഒരു ചുവയും ബേക്കിംഗ് സോഡയുടെ ഒരു ടേസ്റ്റും ഒക്കെ തോന്നും. കറക്റ്റായിട്ട് നമുക്ക് ആ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ, നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. ഓവനോ ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട. അതിൻ്റെ ഡിസൈൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു സീബ്ര ലൈൻസ് പോലുള്ള ഡിസൈനാണ്. എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.